കോഴിക്കോട് കോർപ്പറേഷനിലെ UDF മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ വാദങ്ങൾ പൊളിയുന്നു. 2020 വോട്ടർ പട്ടികയിലും വിനുവിന്റെ പേരില്ല. എന്നാൽ 2020 വോട്ട് ചെയ്തുവെന്ന് ആവർത്തിച്ച് VM വിനു ഇന്നും രംഗത്ത് വന്നു. കോർപ്പറേഷൻ കോൺഗ്രസ് പിടിക്കാൻ വന്നത് വോട്ടില്ലാത്ത മേയർ സ്ഥാനാർത്ഥിയെ വച്ചെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പരിഹസിച്ചു. 2020 വോട്ടർ പട്ടികയിലും VM വിനുവിന്റെ പേരില്ല എന്നത് പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നില കൂടുതൽ പരുങ്ങലിലായി. കോഴിക്കോട് കോർപ്പറേഷൻ മലാപ്പറമ്പ് വാർഡിൽ 864 പേരാണ് 2020 വോട്ടർ പട്ടികയിലുള്ളത്. 171 മുതൽ 176 വരെ ക്രമനമ്പറുകാർ VM വിനുവിന്റെ അയൽവാസികളാണ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് ആവർത്തിക്കുകയാണ് VM വിനു. രാജേഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ വൈഫും വോട്ട് ചെയ്തതാണ്. ഇപ്പം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനല്ലേ ചെയ്തത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത VM വിനു 2020 വോട്ട് ചെയ്തുവെങ്കിൽ കള്ളവോട്ടാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പ്രതികരിച്ചു. നിയമപരമായി അല്ലാതെ വിനുവിന് വോട്ട് അനുവദിച്ചാൽ LDF എതിർക്കും. വോട്ടില്ലാത്ത മേയർ സ്ഥാനാർത്ഥിയെ വെച്ചാണ് കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസ് വന്നത്. വോട്ടില്ലാത്ത മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണല്ലോ വോട്ട് പിടിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വന്നിട്ട് ഇപ്പോൾ സർക്കാരിനെയും വോട്ട് ചേർത്തിയ അതിൻ്റെ അധികാരികളെയും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? ഇവിടുത്തെ ഒരു നിയമത്തെ ലംഘിച്ചുകൊണ്ട് കൊടുത്താൽ ഞങ്ങൾ എതിർക്കും. അതേസമയം കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കമ്മനക്കണ്ടിക്കും വോട്ടില്ല. ഇരു സ്ഥാനാർത്ഥികളും റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് DCC നേതൃത്വം അറിയിച്ചു. AK ലതീഷ്, കോഴിക്കോട്.